ഇടുക്കി കാഞ്ചിയാർ കോവിൽമലയിൽ വീണ്ടും കാട്ടാനശല്യം. ഇന്നു പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ ആന കൃഷികൾ നശിപ്പിച്ചു. 10 ദിവസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ആന കൃഷികൾ നശിപ്പിക്കുന്നത്. പുലർച്ചെ 4:30-യോടെയാണ് കോവിൽമല മരുതംചൂട്ടിൽ ജനവാസ മേഖലയിൽ ഒറ്റയാനായി വിലസുന്ന കാട്ടാന എത്തിയത്. 10 ദിവസത്തിനിടയിൽ രണ്ടാം തവണയും എത്തിയ ആന 4 പുരയിടങ്ങളിലെ ഏലം, വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. എൻ്റെ പറമ്പിലെ തെങ്ങ്, വാഴ, ഏലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പോയിരിക്കുന്നത്. എൻ്റെ കുടിയിൽ അവിടെ ഇവിടെയെല്ലാം ഒടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ നമുക്ക് ജീവിതം ബുദ്ധിമുട്ടാണ് മോനെ. ഞങ്ങൾ വന്നിട്ടിപ്പം വർഷം 19ഓളമായി. നമുക്ക് കിടപ്പാടമില്ലെങ്കിൽ നമുക്ക് ജീവിതം പറ്റിയല്ല. ഇന്നും 65 വയസ്സായെങ്കിലും കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. എൻ്റെ മോനിവിടെ ഇല്ല, മോൻ ഇച്ചിരി അകലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഉള്ളൂ ഇവിടെ. ഇതേ രീതിയിൽ ഈ കാട്ടാന വന്നു കഴിയുമ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും പേടിയുണ്ട്. പിന്നെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അയൽവക്കംകാരെല്ലാം കൂടെ കൂടി വന്ന് എൻ്റെ പറമ്പിൽ നിന്ന് ഓടിച്ചു വിടുവായി. എന്നെക്കൊണ്ട് ഇനി ഒരു തെങ്ങ് വെച്ച് ഇതിൽ ആദായം എടുത്ത് നമുക്ക് പറ്റിയല്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ജീവിതം അത്യാവശ്യമായിട്ട് കിടപ്പാട്. ഞങ്ങൾക്ക് ഒന്നേ ട്രെഞ്ച് വേണം, ഇല്ല ഞങ്ങൾക്ക് മുള്ളുവേലി വേണം. ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിതം പറ്റിയല്ല. കാട്ടുപന്നി, കാട്ടാനകൾ വന്ന ഒരു ചേന, കാച്ചില, ചേമ്പ് ഒരു സാധനവും നമുക്ക് കഴിച്ച് വേല ചെയ്ത് കിട്ടിയല്ല. ഒരു ശകലം മണ്ണ് കൂടി തന്നെ ഇരുന്നാൽ പോലും അത് വന്ന് പന്നി കുത്തിക്കളയുക. ഇപ്പം എന്തേ കണ്ടില്ല, വെള്ളം കൊണ്ടിരുന്ന മോട്ടറാണ് അതിൻ്റെ അടിയിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ മോട്ടറൊക്കെ ആണെങ്കിൽ തന്നെ ആകെ അവസ്ഥയിലിരിക്കുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു ജീവിതമാണ് കാട്ടാനകൾ, കാട്ടുമൃഗത്തിനെ പേടിച്ച്. അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഞങ്ങൾ ഇതിനകത്ത് രാത്രിയിലും പകൽ 7 മണി രാത്രി വരെ 10 മണി വരെ ഞങ്ങളൊക്കെ ഇതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്തൊക്കെ. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഒരു 6 മണി പോലും ആയാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് പേടിയായി നിൽക്കുന്നൊരവസ്ഥയാണ്. എന്നു പറഞ്ഞാൽ 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കാട്ടുപന്നിയായി മറ്റുള്ള മൃഗങ്ങളൊക്കെ ആയി ഇതിലെ പോകുമ്പോൾ പട്ടി വരയ്ക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓടുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം സുരക്ഷിത ഉണ്ടാകണം. പ്ലാന്തോട്ടത്തിൽ വിജയമ്മ ഭാസ്കരൻ, കിഴക്കനാത്ത് ബിനോയ്, സഹോദരൻ ബിൻസ് മണ്ണാത്തിപ്പാറയിൽ, അപ്പു എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത്. എൻ്റെ വീട് ഇതെൻ്റെ പറമ്പാണ്. ഇന്നലെ രാത്രി ഒരു 1:30-2 മണിയോടുകൂടിയാണ് ആന വന്ന് കയറിയത്. ഈ പ്ലാവിൽ ചക്ക ഉണ്ടായിരുന്നു, ചക്ക പറിക്കുക, ഇതിൻ്റെ അത് ഏലം മൊത്തം കളയുകയും അതുപോലെ തന്നെ വാഴ കളയുകയും വാഴ ഒരുപാട് കളയുകയും ചെയ്തു. അതുപോലെ തന്നെ തൊട്ടടുത്ത് പറമ്പിൽ കയറി വിജയ ഭാസ്കരൻ്റെ പറമ്പിൽ കയറി തെങ്ങ് പറിക്കുകയും അതിൻ്റെ തൊട്ടടുത്ത പറമ്പിലായ അപ്പുവിൻ്റെ പറമ്പിൽ കയറി അവിടുത്തെ നിന്ന് ഒരു തെങ്ങ് പറിക്കുകയും അനിയൻ്റെ പറമ്പിലെ വാഴയും ഒരുപാട് നശിപ്പിക്കുകയും. അപ്പു എന്ന ആളുടെ പുരയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ ആന വന്നത് അറിഞ്ഞത്. തുടർന്ന് ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. വനത്തിലേക്ക് ആന കയറിപ്പോയെങ്കിലും വീണ്ടും തിരികെ വരുമോ എന്ന ഭയത്തിലാണ് മരുതംചൂട്ടിലെ ജനങ്ങൾ. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.